നമസ്കാരം. CPM-ന്റെ പണപ്പെട്ടിയാണ് കരുവന്നൂർ ബാങ്ക് എന്ന് പറയേണ്ടി വരും. പാർട്ടിക്ക് കോടികൾ ആവശ്യമായി വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനും കോടികളുടെ കള്ളപ്പണം നിക്ഷേപിക്കാനുമുള്ള ഒരു ട്രഷറി തന്നെയാണ് കരുവന്നൂർ ബാങ്ക് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതാണ് ഇഡിയുടെ നിഗമനവും. CPM-ലെ ഉന്നതനിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഇലക്ഷൻ വന്ന വാതിലിൽ മുട്ടിവിളിച്ചപ്പോഴാണ് സംസ്ഥാനത്തെ പ്രമുഖ CPM നേതാക്കൾക്ക് ഇഡി നോട്ടീസ് വരാൻ പോകുന്നത്. CPM-ന്റെ ട്രഷറിയായി കരുവന്നൂർ ബാങ്ക് പ്രവർത്തിച്ചു എന്ന കണ്ടെത്തലാണ് ഇഡി നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കരുവന്നൂർ കേസിൽ ഇഡിയെ ഹൈക്കോടതി പ്രതിസന്ധിയിലാക്കിയതോടെയാണ് CPM നേതാക്കളെ അകത്താക്കാനുള്ള ശ്രമങ്ങൾ ഇഡി ആരംഭിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ടാണ് ഇഡി സമൻസ് അയക്കുമെന്ന് അറിയിച്ചത്. പ്രമുഖരായ CPM നേതാക്കളുടെ പേരുകൾ നോട്ടീസിലുണ്ടെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേസ് അന്വേഷണം നീണ്ടുപോകുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഈ കേസിൽ എന്താണ് ഇഡി ചെയ്യുന്നതെന്നും അന്വേഷണം ഇഴയാൻ പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. അലി സാബ്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇഡി വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റപത്രം പുറത്തു വരുന്നതോടെ CPM-ന്റെ തനിനിറം പുറത്തു വരുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇഡിയുടെ നോട്ടീസ് ലഭിച്ച കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നു. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ബാങ്കിൽ നിന്ന് കോടികളുടെ ബിനാമി വായ്പകൾ അനുവദിച്ചതിൽ ആണ് ചോദ്യം ചെയ്യൽ നടന്നത്. കരുവന്നൂർ കേസിൽ ഉന്നത ഇടപെടലുണ്ടെന്ന് ഇഡി ആദ്യഘട്ട കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. 55 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് ഒന്നാം ഘട്ട കുറ്റപത്രം നൽകിയിട്ടുള്ളത്. കേസിൽ CPM സംസ്ഥാന സമിതി അംഗങ്ങളായ MK കണ്ണൻ, AC മൊയ്തീൻ എന്നിവരെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഉന്നത ബന്ധങ്ങളും ഉന്നത ഇടപെടലും നടന്ന കേസിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം തുടരുന്നതായാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിയാകും ഇനി തുടരന്വേഷണ റിപ്പോർട്ട് ഇഡി കോടതിയിൽ ഹാജരാക്കുക. ആദ്യഘട്ട കുറ്റപത്രം പരിശോധിച്ച ശേഷമാകും ഇത് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി തീരുമാനം അറിയിക്കുക. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, മുൻ മന്ത്രി AC മൊയ്തീൻ എന്നിവരെ ഇഡി കേസിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കണ്ണനും മൊയ്തീനും CPM-ന്റെ വിശ്വസ്തരായ സഹയാത്രികരാണ്. CPM-ന്റെ എന്ന് പറയുമ്പോൾ പിണറായിയുടെ. പാർട്ടി പറയുന്നതെല്ലാം അനുസരിക്കുന്ന നേതാക്കളാണ് കരുവന്നൂർ കേസിലെ പ്രതികൾ. പാർട്ടിക്ക് മുന്നിൽ അടിമ കിടക്കുന്നവരാണ് ഇവർ. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാകുന്നത് ഈ ഘടകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി MK കണ്ണൻ രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഇതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധമില്ലെന്നാണ് MK കണ്ണൻ പറഞ്ഞത്. കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിനായി എത്തിയപ്പോഴാണ് കണ്ണന്റെ പ്രതികരണം. താൻ പാർട്ടിക്കാരനാണെന്നും പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണന്റെ ചോദ്യം ചെയ്യൽ ചില പ്രമുഖ CPM നേതാക്കളിലേക്ക് തിരിയുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ M ശിവശങ്കറിൽ അവസാനിപ്പിച്ചതുപോലുള്ള ഒരു തരം അഭ്യാസം കരുവന്നൂരിലും സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് മുമ്പേ കേട്ടതാണ്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കർ എങ്കിൽ കരുവന്നൂരിൽ അരവിന്ദാക്ഷൻ എന്നാണ് ചിലർ അടക്കം പറഞ്ഞത്. ഇഡിക്ക് വ്യക്തമായ നിർദ്ദേശം ലഭിക്കാതെ അവർ ഒരിക്കലും പ്രതിയെ വിട്ടുകൊടുക്കില്ല. MK കണ്ണൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ബാങ്കിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആക്കിയത്. 1985 കൊച്ചിയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിലെ ബദൽ രേഖ വിവാദത്തെ തുടർന്ന് MV രാഘവനൊപ്പം പുറത്തുപോയ നേതാവാണ് MK കണ്ണൻ. പിന്നീട് 37 വർഷത്തിനു ശേഷം വീണ്ടും അതേ മണ്ണിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കെയാണ് കണ്ണൻ 1985 സംസ്ഥാന സമ്മേളന പ്രതിനിധിയായത്. ആ സമ്മേളനത്തിൽ MVR-നൊപ്പം ഉറച്ചു നിന്നു. പിന്നീട് MVR-നൊപ്പം പാർട്ടി വിട്ട് CMP രൂപീകരിച്ചു. CMP സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടി പുലർന്നപ്പോൾ അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി. 2019 CPM-ൽ തിരിച്ചെത്തി. ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമാണ്. MK കണ്ണനെ പാർട്ടിയിൽ തിരികെ എത്തിച്ചത് പിണറായി വിജയനാണ്. MV രാഘവനുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന നേതാവാണ് പിണറായി വിജയൻ.
കണ്ണൻ സഹകരണ മേഖലയിലെ അക്ഷരമാല പഠിച്ചത് MVRൽ നിന്നായിരുന്നു. അതേസമയം വായ്പാ തട്ടിപ്പിന്റെ പേരിൽ വിവാദത്തിലായ കരുവന്നൂർ സഹകരണ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികളുമായി CPM സജീവമാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പണം നഷ്ടപ്പെട്ട നിക്ഷേപകരെ നേരിൽ കണ്ട് പണം മടക്കി നൽകുമെന്ന് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉറപ്പ് നൽകിയിരുന്നു. നിക്ഷേപം സ്വീകരിക്കുന്ന നടപടികൾക്ക് CPM നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി. കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ റിപ്പോർട്ടിംഗിലാണ് തീരുമാനങ്ങൾ വിശദീകരിച്ചത്. നിലവിലെ അവസ്ഥയിൽ നിന്ന് ബാങ്കിനെ ശക്തിപ്പെടുത്താനും പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനും തീവ്ര ശ്രമം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. 50% തുക നിക്ഷേപകർക്ക് അടിയന്തരമായി വിതരണം ചെയ്യാനും ആലോചനയുണ്ടായിരുന്നു. ഇതിനായുള്ള പണം കണ്ടെത്താനാണ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറങ്ങുന്നത്. റവന്യൂ റിക്കവറി നടപടികൾ വേഗത്തിലാക്കിയും നിക്ഷേപം സ്വീകരിച്ചും പണം സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം മാറി നൽകി വിവാദം അവസാനിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വിവാദം ഇല്ലാതായാൽ EDക്ക് തലയൂരാം. രാമനിലയത്തിൽ നടന്ന ചർച്ചയിൽ പിണറായിയും ഇക്കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ട കണ്ണനെ കുരുതി കൊടുക്കാൻ പിണറായി തയ്യാറല്ല. കരുവന്നൂർ അരവിന്ദാക്ഷനിൽ തീരണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അരവിന്ദാക്ഷൻ പിണറായിയുടെ ചാവേറായിരുന്നു. അതാണ് അരവിന്ദാക്ഷൻ പിടിക്കപ്പെട്ടപ്പോൾ CPM നിശബ്ദത പാലിച്ചത്. ഇതിനിടയിൽ കണ്ണനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അമിത്ഷായെ പിടിക്കാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം സഹകരണം കൂടി കിട്ടിയതാണ് വിനയായതെന്നാണ് സഖാക്കൾ പറയുന്നത്. സഹകരണ ബാങ്കുകളെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഇതിനകം സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു. സഹകരണ ബാങ്കുകൾക്ക് മേൽ കേന്ദ്രം കുടവെച്ചത് പിണറായിക്കും അറിയാം, വാസവനും അറിയാം. കരുവന്നൂരിന് പുറമെ മറ്റു ചില സഹകരണ ബാങ്കുകളിൽ കൂടി കേന്ദ്രം വല വിരിച്ചിട്ടുണ്ട്. നികുതി വലയിൽ പെടാതിരിക്കാൻ പണക്കാർ ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴിയാണ് CPM തടിച്ചു കൊഴുക്കുന്നത്. കരുവന്നൂർ ഒരു തുടക്കം മാത്രമാണ്, ബാക്കിയെല്ലാം പിന്നാലെ വരും. ഏതായാലും പിണറായിയുടെ ഓപ്പറേഷൻ കരുവന്നൂരിനെ കാക്കുമോ എന്ന് കണ്ടറിയണം. എന്നാൽ ദേവൻ രാമചന്ദ്രൻ ഇതിൽ ഒരു പരിഹാരം കാണും. ഹൈക്കോടതിയുടെ സമ്മർദ്ദത്തിൽ EDയും പരിഹാരം നിർദ്ദേശിക്കും. നന്ദി.